രാവിലെ കാറ്റിലെയും മഴയുടെയും കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നല്ല മഴ ഉണ്ടായിരുന്നു അതിന് ശേഷം കേട്ടോ. കുറച്ച് നേരം മഴ പെയ്യാണ്ടിരുന്നെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും മഴയായി കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് കപ്പലണ്ടി ഉണ്ടായിരുന്നു, അത് ചൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുറച്ച് നാളായിട്ട് മഴയൊക്കെ ആയതുകൊണ്ടേ പെറുക്കിയിട്ടതൊക്കെ ഒന്ന് ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. അപ്പം അത് നമുക്കൊന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചേ ചുടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുപ്പിൽ അമ്മ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പെറുക്കി ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനത് കുറച്ചൊന്ന് ഇടിച്ച് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവരൊക്കെ പൊട്ടിച്ച് കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇനി കഴിക്കാനായിട്ട്. അത് മഴയൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങ് ചുണ്ടുകൂടി കിടപ്പായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ടത് പൊട്ടിച്ച് കഴിച്ചു. പിന്നെ കുഞ്ഞ് ഉറക്കാണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഉറക്കക്ഷീണമാണ്. അപ്പോൾ ഞാൻ പകൽ കിടന്ന് ഉറങ്ങലാണ് കേട്ടോ ഇപ്പോൾ പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങും. അപ്പം ഫ്രീ ആവുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. അപ്പം പണ്ടത്തെ ഒരു ഓർമ്മയാട്ടോ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ ഈ ചുട്ട് കഴിക്കലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കാണാനില്ല. എന്നാലും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ നമ്മളും ചുട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ ചുട്ടിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം മഴയൊക്കെ ആയതുകൊണ്ട് അടുപ്പിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടിക്കൂടി ഇരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, അതിങ്ങനെ ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പാവങ്ങളല്ലേ, അവരും അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാനതെല്ലാം പൊട്ടിച്ച് കഴിച്ചു. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് മഴയൊക്കെ ഭയങ്കര നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഇവിടുത്തെയൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കാം, എപ്പോഴും ജാഗ്രത പാലിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി കണ്ടില്ലേ. അപ്പോൾ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.